നമസ്കാരം, ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നൊരു കിഡിലും ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പാണ് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓറിയന്റഡ് കണ്ടന്റ് ഇടുന്നത് എൻ്റെ ചാനലിൽ. എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ലെവിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെവിറ്റേഷൻ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടാക്കാം ഫോട്ടോഷോപ്പ് വഴി. സംഭവം നമ്മുടെ ഒരു ചാനൽ ഒരു ടെക്നിക്കൽ ചാനലാണ്. എൻ്റെ അതൊരു ഫോട്ടോഷോപ്പ് കണ്ടന്റ് ഇടാൻ നേരത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ലൊരു റെസ്പോൺസ് കിട്ടി. കുറേ പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസും നല്ല കമൻസും കിട്ടി. അങ്ങനെ ചെയ്തപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്നുകൂടെ ചിന്തിച്ചിരുന്ന ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലും കൂടെ ഇടാന്ന്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൽ എൻ്റെ പേരാണ് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ്. എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കാം. സോ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർത്തിക് സൂര്യമച്ചാൻ പുള്ളി ഇന്ന് രാവിലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സെറ്റപ്പിലുള്ള. സോ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ചിന്തയിലായിരുന്നു ഇത് എങ്ങനെ ഈ സംഭവം ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഫൈനലി ഞാൻ കുത്തിയിരുന്ന് ആ സംഭവം ഉണ്ടാക്കി. അതാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ആ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോയിലാണെങ്കിലും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഓപ്പൺ ആക്കുക. പക്ഷേ അത് പോർട്രേറ്റ് മോഡായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ പോർട്രേറ്റ് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് എന്നാണ്. സോ ഒരു പോർട്രേറ്റ് മോഡിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ്. സോ ഈ ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിക്കണ്ടേ, ഇത് നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടി ഇടാൻ ഒരു ഫോട്ടോ ആയിരുന്നു, ആകെയുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇടുക. സോ നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കൂടെ 3 കാര്യങ്ങളാണ് ബേസിക്കലി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ഫോട്ടോ എടുക്കാൻ നേരം നമ്മുടെ കണ്ണാടി ഗ്ലെയർ വരാറുണ്ട് സാധാരണ. സോ ഈ ഗ്ലെയർ എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പ് വെച്ച് മാറ്റാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. മൂന്നാമതാണ് നമ്മുടെ ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ കാണാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗ്ലെയർ മാറ്റണം. അപ്പോൾ ബേസിക് കാര്യമാണ് ഗ്ലെയർ മാറ്റുന്നത്. സോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഗ്ലെയർ മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന നേരത്ത് ഇവിടെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. സോ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ഈ ഒരു ഗ്ലെയർ രണ്ട് സൈഡിലും കണ്ണാടിയുടെ രണ്ട് സൈഡിലും ആ ഗ്ലെയർ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത്. അത് നമുക്ക് മാറ്റണം. വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓൾട്ട് ഞെക്കാൻ നേരത്ത് കണ്ട് ഇതുപോലെ ഒരു സിമ്പിൾ വരും, ഒരു ചെറിയൊരു റൗണ്ട് സർക്കിളിൻ്റെ ഒരു സിമ്പിൾ വരും. അതേസമയം മാക് യൂസേഴ്സ് ആണെങ്കിൽ ഓപ്ഷൻ കീ ഞെക്കിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലെയറാണ് മാറ്റേണ്ടത്. എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ സ്കിൻ ടൂൺ കളർ മാച്ച് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഗ്ലെയർ മാറ്റേണ്ട സ്ഥലങ്ങൾ കണ്ട് ഈ ഒരു സ്ഥലം മാറ്റണം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുണ്ട് ഏകദേശം ഒരു കളർ മാറുന്ന കണ്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സ്ലൈറ്റായിട്ടൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓരോന്നും അപ്പോൾ പതുക്കെ നമ്മുടെ സ്കിൻ ടോൺ കളറായിട്ട് മാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്ലെയർ പൊക്കോണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഗ്ലെയർ ഏകദേശം മാറ്റിയേക്കുവാണ്. മെയിൻ കാര്യങ്ങൾ ഈ പരിപാടി ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഈ ക്ലോൺ സ്റ്റാമ്പ് ചെയ്ത് ഓവർഡു ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെയ്ത് പെർഫെക്റ്റ് ആക്കി ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഏറ്റവും അവസാനം കുളവും. സോ അത്രയും ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വേണ്ട സ്ഥലങ്ങൾ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിതിപ്പോൾ ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്കിൻ ടൂൺ കളർ ഇപ്പം ഇടയ്ക്ക് ചേഞ്ച് ചെയ്തെന്ന് വരും. ഇപ്പം നമുക്കിപ്പം ഡാർക്ക് ബ്രൗൺ ആവുമെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് വരാൻ നേരത്തെ ചിലപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഓൾട്ട് കീ ഞെക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ആ കളർ മാറിയ സ്ഥലത്തോട്ട് ഒന്നുകൂടെ പോയി ഈ ക്ലോൺ സ്റ്റാമ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഗ്ലെയർ മാറ്റുന്നത് കണ്ണാടിയുടെ. സോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ നമ്മുടെ ഗ്ലെയർ മാറ്റി ഇനിയിപ്പോൾ അടുത്താണ് നമുക്ക് ഈ ഒരു ഡ്യുവൽ ലൈറ്റ് എഫക്റ്റിന് ഏറ്റവും ആപ്റ്റായെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിലോട്ട് വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് എഫക്റ്റ് കിട്ടണം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. സോ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന നേരത്ത് നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ കാണും. സോ നമുക്ക് വേണ്ട ഒരു ഏരിയ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ചുള്ള ബാക്കിയുള്ള ഏരിയ വേണം. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസൻസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടം തൊട്ട് ഇതെല്ലാം ഞാൻ നിൽക്കുന്ന ഏരിയ നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണ് മാറ്റേണ്ടത്. സോ ആദ്യം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുക ആദ്യം. ഇപ്പോൾ ഏകദേശം ഒന്ന് സെലക്റ്റായി. സോ ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തിൻ്റെ അത് ലെയർ വിയ കട്ട് എന്ന ഓപ്ഷൻ വരും. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇപ്പം ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് പോകുന്ന നേരത്ത് ഇവിടെ ലെയർ 1 ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നേരത്ത് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്ക്ഗ്രൗണ്ട് ഇടണം. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇടണം. സോ
സോ ഇനിയിപ്പോൾ എൻ്റെ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ താഴെ പോകുന്നിടത്ത് ഈ ഒരു ഐക്കണുണ്ട്. ഇത് കഴിയുമ്പോൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആയി, ലെയർ 2 ആയി. ഇത് വലിച്ച് താഴെയിട്ട് ഇങ്ങോട്ട് ഇടുക. അപ്പോൾ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ലെയർ 1, ലെയർ 2 ബാക്ക്ഗ്രൗണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ലെയർ 2ൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബ്രഷ് ടൂളിൽ പോകണം. ബ്രഷ് ടൂളിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിക്കാൻ തുടങ്ങിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഇതുപോലെ കളർ ബ്ലാക്ക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കളർ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ താഴോട്ട് വന്നിട്ട് ഇവിടെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അടിക്കുക. സോ ഇപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയേക്കുവാണ്. പക്ഷേ നമ്മളിപ്പോൾ സൂമിൻ ചെയ്യുന്ന നേരത്ത് ഇവിടെ ഇപ്പോഴും നമ്മുടെ കുറേ വൈറ്റ് സെക്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇത് റിമൂവ് ചെയ്യണം. സോ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെയർ 1 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് ഇതുണ്ടോ, ഇപ്പോൾ ഈ ഒരു വൈറ്റ് സെക്ഷൻസ് പോകുന്നുണ്ടോ, എന്ന് ജസ്റ്റ് ഇത് കളർ ഒന്ന് മാച്ച് ചെയ്താൽ മതി. പക്ഷേ ലെയർ 1 സെലക്ട് ആയേക്കണം. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആക്കിയേക്കുവാണ്. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോയിൽ കാണാൻ നേരത്ത് ഇതിപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഭയങ്കര വെട്ടമുള്ളൊരു സ്ഥലത്താണ് എടുത്തത്. അപ്പം നമ്മുടെ ആ ഒരു വെട്ടം, ആ ഒരു ലൈറ്റ്നെസ് എന്തായാലും ഫേസിൽ അടിക്കുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്യണം. കാരണം നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ട ഒരു ഭയങ്കര ഡാർക്കായ ഒരു എഫക്റ്റിലോട്ടാണ് പോകേണ്ടത്. സോ ഇപ്പോഴും ആ ഒരു തെളിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം. സോ ഈ ലെയർ 1 തന്നെ സെലക്ട് ചെയ്തിട്ട് താഴെ ഈ ഒരു സെക്ഷൻ പോകുന്ന നേരത്ത് ഇവിടെ കേർവ്സ് എന്ന ഓപ്ഷൻ വരും. സോ ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്താൽ മതി. സോ അത് പെട്ടെന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് മാച്ച് ചെയ്ത് വന്നേക്കുവാണ്. സോ ഇപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ തീർന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം തീർന്നു. നമ്മൾ ഗ്ലെയർ മാറ്റി, രണ്ടാമത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി. സോ ഇത് നമ്മൾ ഈ ചെയ്ത ഇമേജ് എല്ലാം ഒന്ന് ഒരു ഇമേജ് ആയിട്ട് മാറ്റി. ഇതിപ്പോൾ കുറേ ലെയറൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ എല്ലാ ലെയറും നമുക്ക് ജോയിൻ ചെയ്യാം. സോ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് എല്ലാത്തിനെയും ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് താഴെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ മെർജ് ഫ്ലാറ്റൻ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം സോ ഇതെല്ലാം ഇപ്പോൾ ഒരു ഇമേജായി മാറിയുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എങ്ങനെ നമുക്ക് ഒരു ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുവരണം. സോ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ വേറൊരു കളർ ലൈറ്റ് വേണം, ലെഫ്റ്റ് സൈഡിൽ വേറൊരു കളർ ലൈറ്റ് വേണം. സോ അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇമേജ് സെലക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ ഈ താഴോട്ട് പോകുന്നേരത്ത് ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിപ്പം ഇത്ര ഒരു ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ പറ്റും. ഗ്രേഡിയൻ്റ്, സ്റ്റൈല്, ആംഗിൾ, സ്കെയില്. നമുക്ക് ആംഗിൾ 0 മതി. ഇതിപ്പോൾ ആംഗിൾ 90 ഡിഗ്രി, നമുക്കിപ്പോൾ 0 ഡിഗ്രി മതി. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഏകദേശം ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് പോയി. കളർ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിലിൻ്റെ താഴെ പോകുന്ന നേരത്ത് ഇവിടെ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു കളർ സെക്ഷൻ തുറന്നു വരും. സോ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ വേണ്ട ഏതാ കളറ്. ഇപ്പം എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു മാറ്റ് ബ്ലൂ, ഒരു ഏകദേശം ഈ ഒരു ബ്ലൂ കളർ എനിക്ക് ഇഷ്ടം. സോ കണ്ടോ, ഒരു സൈഡിലോട്ട് ഇത് വന്നു. എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്കെയിലറിൻ്റെ അകത്താണ് പിന്നെ നമ്മൾ ഇത് കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ വിഡ്ത്തും ഇതിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ഒരു സ്കെയിലറിൻ്റെ അകത്ത് ഇതിങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കളറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നുണ്ടോ. സോ അതുപോലെ ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു പൊസിഷനിലോട്ട് അതൊന്ന് ഇട്ടാൽ മതി. സോ നമ്മളിപ്പോൾ ഏകദേശം ഒരു സെൻറ്റർ വരെ കൊണ്ടുവന്നേക്കുവാണ്. എന്നിട്ട് ഓക്കെ അടിക്കുക, ജസ്റ്റ് ഓക്കെ അടിക്കുക. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻ ഫിൽ 1 സെലക്ട് ചെയ്തിട്ട് നമ്മൾ Ctrl J അടിക്കാൻ നേരത്ത് അത് കോപ്പി ചെയ്യണം. സോ Ctrl J അടിക്കാൻ ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ആയി. സോ ഈ കോപ്പിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സ്ക്രീൻ പിന്നെ ഓപ്പൺ ആയി വരും. ഇപ്പോൾ നമുക്ക് വേണ്ട അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലും ഈ സെയിം കളർ വേണം. അപ്പം ഇപ്പോൾ ഇത് 0 ഡിഗ്രിയില്ല. സോ ജസ്റ്റ് അത് 180 ഇട്ടാൽ മതി. 180 ഇടാൻ നേരത്ത് ആ ഒരു സൈഡിലോട്ട് പോയി. എന്നിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഗ്രേഡിയൻ്റ് കിട്ടുന്ന വേറെ ഒരു കളർ ചൂസ് ചെയ്യാം. അപ്പോൾ കളർ ചൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇവിടെ പോകുന്ന നേരത്ത് കളറിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയി വരും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു പിങ്കിഷ്, ഒരു പർപ്പിൾ പിങ്കിഷ് കളറിലോട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, സോ അതും ഈ സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ നടക്കണം. ഒരു സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രേഡിയൻ ഫിൽ 1 പോയിട്ട്
നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരാൻ നേരത്ത് ഈ നോർമൽ എന്ന് പറഞ്ഞാൽ ഭാഗത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് ബ്ലെൻഡിങ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഈ നോർമൽ ഏറി നമുക്ക് ജസ്റ്റ് കളറിലോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ കണ്ടോ ആ ഒരു ലൈറ്റിഷ് എഫക്റ്റ് വന്നുണ്ടോ. അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ് 1 കോപ്പിക്കും സെയിം പരിപാടി തന്നെ ചെയ്യണം. നോർമലി വന്നിട്ട് കളറിലോട്ട് കൊണ്ടുവരിക. ഇപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം ആ ഡിസ്റ്റൻസ് ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഗ്രേഡിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സ്ലൈഡർ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടാൻ. ഇപ്പം ഏകദേശം മാച്ച് ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ഗ്രേഡിയൻറ്റ് ഫിൽ 1 സെലക്ട് ചെയ്തിട്ട് അതൊന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ കോപ്പി ചെയ്യുക. കൺട്രോൾ ചെയ്തൊന്ന് അടിച്ചാൽ മതി. സോ അത് കോപ്പി ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോപ്പിക്കകത്തുനിന്ന് വെച്ചിട്ട് ഇവിടെ പോകുന്ന നേരത്ത് ഒപ്പാസിറ്റീൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് വേണ്ട ആ ഒരു കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ കിട്ടാൻ വേണ്ടിയാണ്, എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ആ ലൈറ്റിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് ഒപ്പാസിറ്റി നമുക്ക് വേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ 3% അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ സെയിം പരിപാടി എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഈ കളറിൽ തന്നെ ഈ സെയിം പരിപാടി തന്നെ ഗ്രേഡിയൻറ്റ് ഫിൽ 1 കോപ്പിൻ്റെ അകത്തും പോയി കൺട്രോൾ ചെയ്ത് അടിച്ച് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്രൈറ്റ് ആകത്തുമില്ല, ഒരു കറക്റ്റ് ഒരു വാം കളർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏകദേശം ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു രീതിയിലോട്ട് വരുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇമേജിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി മാറ്റങ്ങൾ വരുത്താം. എന്നാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ഒരു ലൈറ്റിങ്ങും ഇച്ചിരി ഫീലും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോർട്രേറ്റ് ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം കളർ വന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ വന്ന് മാച്ച് ആയിക്കുവാണ്. ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ ഓവറായിട്ട് കളർ ഗ്രേഡ് ചെയ്തത്, അതുകൊണ്ട് മുടിയൊന്നും കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് അത് ജസ്റ്റ് മാറ്റി ലൈറ്റായിട്ട് നമുക്ക് മാറ്റാം. സോ ഇങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ഡ്യുവൽ ലൈറ്റ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.